വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പിതാവിൻ്റെ സ്വത്തിൽ തനിക്ക് ലഭിക്കേണ്ടതെല്ലാം വാങ്ങി വീട് വിട്ടുപോയ ഒരുവൻ നാളുകൾക്ക് ശേഷം മടങ്ങി വന്നപ്പോൾ അവൻ്റെ പിതാവിലും അവൻ്റെ സഹോദരനിലും ഉണ്ടായ പ്രതികരണത്തെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു ഉപമയാണ് ലൂക്കോസ് 15:11 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ. മകൻ്റെ മടങ്ങിവരവ് പിതാവിനെ സന്തോഷിപ്പിച്ചു. പിതാവ് പറയുന്നത്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, കാണാതെ പോയിരുന്നു, ഇപ്പോൾ മടങ്ങി വന്നതുകൊണ്ട് നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം. 15:32. സഹോദരൻ്റെ മടങ്ങിവരവിൽ മൂത്ത സഹോദരൻ്റെ പ്രതികരണം, അവൻ എന്തിനു മടങ്ങി വന്നു? ഇനിയും അപ്പൻ്റെ സ്വത്ത് തട്ടിയെടുക്കാനോ? അപ്പൻ്റെ കയ്യിൽ ഇനിയുള്ളത് എൻ്റെതാ. തുടർന്ന് മൂത്ത സഹോദരൻ കോപിച്ച് വീടിനുള്ളിൽ കടക്കാതെ പുറത്തു നിന്നു എന്ന് 15:28 വാക്യത്തിൽ പറയുന്നത്. നമ്മിൽ പലർക്കും ഈ മൂത്തപുത്രൻ്റെ മനോഭാവം അല്ലേ ഉള്ളത്? അവ എന്തെന്ന് നമുക്ക് നോക്കാം. 1. ഇളയ സഹോദരനിലുണ്ടായ മാനസാന്തര അനുഭവം മനസ്സിലാക്കാത്ത മൂത്ത സഹോദരൻ. വയലിൽ നിന്നും വന്ന മൂത്ത സഹോദരൻ കേൾക്കുന്നത് ഭവനത്തിലെ സന്തോഷ സ്വരങ്ങളാണ്. സന്തോഷത്തിൻ്റെ പാട്ടുകൾ, വലിയ സദ്യപറ്റം. ഇതിൻ്റെ കാരണം മനസ്സിലാക്കിയ മൂത്ത സഹോദരന് ഇളയ സഹോദരൻ്റെ മടങ്ങിവരവ് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. വീട് വിട്ടുപോയവനെ സഹോദരനായി കാണുവാനും കഴിഞ്ഞില്ല. അപ്പനോട് പറയുന്നത്, നിൻ്റെ മുതൽ തിന്നുകളഞ്ഞ നിൻ്റെ മകൻ എന്ന 15:30. എൻ്റെ സഹോദരൻ എന്ന് പറയാതെ നിൻ്റെ മകൻ എന്ന സഹോദരൻ്റെ മാനസാന്തരം മനസ്സിലാക്കാത്ത മൂത്ത സഹോദരൻ. മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ മാനസാന്തരപ്പെട്ടവരെ മനസ്സിലാക്കുകയുള്ളൂ. ഇന്ന് ഭക്തന്മാരെന്ന് അഭിമാനിച്ച് പുകഴുന്ന പലരും ഈ കഥയിലെ മൂത്തപുത്രനെ പോലെയല്ലേ. പാപജീവിതത്തിൽ നിന്നും മടങ്ങി വരുന്നവരെ ഉൾക്കൊള്ളുവാൻ ഇങ്ങനെയുള്ളവർ തയ്യാറാകുന്നില്ല. അപ്പനിലെ മാനസാന്തരത്തിൻ്റെ അനുഭവം മനസ്സിലാക്കാത്ത, മാനസാന്തരപ്പെടാത്തവരല്ലേ നമ്മിൽ പലരും. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുമോ? 2. അപ്പനോടൊപ്പം താമസിച്ചിരുന്നുവെങ്കിലും അപ്പനിൽ നിന്ന് വളരെ അകന്ന് സ്വയം നീതിമാൻ എന്ന് അഭിമാനിച്ചിരുന്ന മൂത്തപുത്രൻ. 29 വാക്യത്തിൽ മൂത്ത മകൻ അപ്പനോട് പറയുന്ന ചില പ്രസ്താവനകളുണ്ട്. ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. അതെ, സ്വയം നീതീകരിക്കുന്നവൻ. ഞാൻ അനീതി പ്രവൃത്തി ചെയ്യുന്നില്ല, വേശ്യമാരോടുകൂടി ജീവിതം പങ്കിടുന്നില്ല, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു, ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു. ഈ മൂത്തപുത്രനെ പോലെ സ്വയസംതൃപ്തിയിൽ ജീവിക്കുന്ന ഭക്തന്മാരല്ലേ നാം? മൂത്തപുത്രൻ അപ്പനോട് ചോദിക്കുന്നത്, ഞാൻ നിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിക്കാതിരുന്നിട്ടും എൻ്റെ ചങ്ങാതിമാരുമായി ആനന്ദിക്കേണ്ടതിന് ഒരാട്ടിൻകുട്ടിയെ എങ്കിലും എനിക്ക് നീ തന്നിട്ടുണ്ടോ? 15:29. അങ്ങനെയെങ്കിൽ മൂത്തപുത്രൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇളയപുത്രൻ്റേത് തന്നെയാ. ചങ്ങാതിമാരോടുകൂടി സന്തോഷിക്കണം. പുറമെ എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നവൻ്റെ അകത്തുള്ള ചിന്ത ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം പാകം ചെയ്ത് കൂട്ടുകാരോടുകൂടി സന്തോഷിക്കണം. ഈ ഒരു ചിന്ത ഇന്ന് മിക്ക വിശ്വാസികളിലും ഉണ്ട്. അങ്ങനെയുള്ളവർ ശരീരം കൊണ്ട് പാപം ചെയ്യുന്നില്ല, എന്നാൽ ഹൃദയം കൊണ്ട് പാപം ചെയ്യുന്നവരാ. ദൈവത്തോട് അടുത്തു നിൽക്കുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കും, എന്നാൽ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് എത്രയോ അകലെയാണ് നിൽക്കുന്നത്. പള്ളിയോട് അടുത്ത് നിൽക്കുന്ന നമ്മിൽ പലരും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നും വളരെ അകലെയല്ലേ നിൽക്കുന്നത്. 3. മറ്റുള്ളവരെ ആദരിക്കാതെ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന മൂത്ത മകൻ. ഇളയ സഹോദരനെക്കുറിച്ച് പറയുന്നത്, വേശ്യമാരോടുകൂടി നിൻ്റെ മുതൽ തിന്നുകളഞ്ഞ നിൻ്റെ മകൻ എന്ന. സഹോദരനായി കാണുവാൻ പോലും സാധിക്കാത്ത സഹോദരൻ. ഈ പ്രസ്താവനയിൽ കൂടി സഹോദരനോട് മാത്രമല്ല പിതാവിനോട് പോലും ഉള്ള അനിഷ്ടമാണ് അവൻ വ്യക്തമാക്കുന്നത്.
കപ്ലിംഗ് എന്ന എഴുത്തുകാരൻ പറയുന്നത്, ഇളയ സഹോദരൻ വീട് വിട്ടു പോകുവാനുള്ള കാരണം ഒരുപക്ഷേ മൂത്ത സഹോദരൻ്റെ ഈ മനോഭാവം ആയിരിക്കാം. ഇന്ന് നമ്മിൽ പലരും മറ്റുള്ളവരെക്കുറിച്ച് പുച്ഛമായി സംസാരിക്കാറില്ലേ? പിതാവിനോട് മത്സരിക്കാറില്ലേ? നമ്മുടെ സ്വഭാവം മൂലം പലരും നമ്മളുടെ ഭവനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ലേ? പിതാവ് അപേക്ഷിച്ചിട്ടും അകത്ത് കിടക്കുവാൻ മനസ്സില്ലാതെ പുറത്തു നിന്ന പുത്രനെ പോലെയല്ലേ നമ്മിൽ പലരും? അങ്ങനെയെങ്കിൽ ഒരിക്കലും അകത്ത് കിടപ്പാൻ കഴിയാതെ പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. മറ്റുള്ളവരോട് ദയയും മനസ്സലവും കാണിക്കുകയും പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അകത്ത് കയറുവാനും സ്വർഗീയ സന്തോഷം അനുഭവിപ്പാനും കഴിയും. കർത്താവേ, യഥാർത്ഥ അനുതാപവും മനസാന്തരവും നൽകി സ്വർഗീയ സന്തോഷത്തിലേക്ക് എന്നെയും സ്വീകരിക്കണമേ. ആമേൻ. ആരെല്ലാം കൈ